പലപ്പോഴേ നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എവിടുന്ന തന്നെ ചിലപ്പോൾ പാരൻസ് ആവാം, ചിലപ്പോൾ ഇൻലോസ് ആവാം. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ അത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 6 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ, നമുക്ക് എല്ലാവരെയും അങ്ങോട്ട് ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വയസ്സായ ആൾക്കാരെ എന്നല്ല ഒരു മനുഷ്യനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഭർത്താവാണേലും അപ്പനാണേലും അമ്മയാണേലും അമ്മായിയപ്പനാണേലും അമ്മായിയമ്മയാണേലും സിബ്ലിങ്സ് ആണെങ്കിലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കുക, നമ്മളങ്ങ് മാറിയേക്കുക. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാനും മാറ്റാനും നടക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ, നമ്മുടെയൊക്കെ ലൈഫിൽ അബ്യൂസീവ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കണതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒത്തിരി അവരോട് സംസാരിക്കാതിരിക്കുക. അവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക, നിങ്ങളുടെ ഒരു എനർജിയെ സേവ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ ഇല്ലെങ്കിൽ ലൈഫ് പോകും. അപ്പൊ അതുകൊണ്ട് എവിടെ നിർത്തണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക, എവിടം വരെ പോകാം എന്നുള്ളതിന്റെ ലിമിറ്റ് ബേസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ ദിവസവും ഇങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ളൊരു അവസ്ഥ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ സ്വന്തം കാലം നിന്നില്ലെങ്കിൽ ഞാൻ ഈ ഉള്ള തെറിയൊക്കെ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുക, ഈ സ്ഥലം എനിക്ക് പറ്റിയതല്ല. അപ്പൊ ഒരു മുറിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ട് ആ വീട്ടിലുണ്ടാക്കുക. എന്നിട്ട് അവിടെ സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ജോലിയൊക്കെ ഉണ്ടാക്കി ഒരു സ്വന്തം കാലം നിൽക്കുക, അവിടെ നിന്ന് ഇറങ്ങുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്നറിയാമോ, നമ്മുടെ എനർജി ഒരാളും കൊണ്ടുപോകില്ല. എനർജിയാണ് ഈ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരോഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാം. അപ്പൊ ഈ എന്ത് വേണമെങ്കിലും എന്താവണം, നമ്മൾ നമ്മളുടെ ആ ഒരു എനർജി സേവ് ചെയ്യണം, ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്യണം, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മറക്കാതിരിക്കുക. നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലായിട്ട് പോലും എൻ്റെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തതാണ് എൻ്റെ ജീവിതം വിജയമാവാനായിട്ട് കാരണം.